അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ചെയ്താലും സ്ത്രീയാണ്, പുരുഷനാണ്. അറിയാം. അപ്പൊ നിനക്ക് അറിയാം ട്രാൻസ് അത് എന്തൊക്കെ ഇപ്പൊ നമ്മളൊരു സ്ത്രീയിൽ നിന്ന് ഒരു പുരുഷനിൽ നിന്നൊരു സ്ത്രീ ആയി കഴിഞ്ഞാലും നമുക്ക് ഒരു സ്ത്രീയുടെ ഒരു ആകാര വടി വന്ന് ആകാര വടിവും അതേപോലത്തെ ആ ഒരു ഇതൊന്നും കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഇപ്പൊ എന്താ? പിന്നെ നമ്മളിത് കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് നമ്മുടെ ഹെൽത്ത് അത്രയും നന്നായി നോക്കി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്താലാണ് നമുക്ക് അത്രയും ഒരു ഭംഗിയിലേക്കൊക്കെ എത്താൻ പറ്റത്തുള്ളൂ. എന്റെ മോനെ. എന്നിട്ട് ഞാൻ വളരെ നോർമലാണ്. ഞാനൊരു 400 വെച്ചാൽ ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നു. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നേ. ഇവൻ പൊട്ടനാണ്. നമ്മൾ ഡോക്ടേഴ്സ് കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടേഴ്സ് പറയും ഇത്ര സൈസ് മതി അല്ലെങ്കിൽ ഇത്ര ഗ്രാം ഇത്ര വെച്ചാൽ മതി എന്നുള്ളതൊക്കെ ഡോക്ടർമാർ ഓൾറെഡി പറയുന്നതാണ്. നിന്റെ വിഷമം അല്ല. ചിലവർക്ക് സൈസ് കൂട്ടിയിട്ട് ചെയ്യാൻ നമ്മളെ ഓപ്ഷനബിൾ ആണ്. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? ചിലവരുടെ അത് സൈസ് ഞാൻ ബോഡിക്ക് അനുസരിച്ച് വലിപ്പമില്ലാത്തതുകൊണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് അതിന് വലിപ്പമുള്ളത് വെക്കാറുണ്ട്. പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി, നിന്റെ ചായ കുടി. അഹങ്കാരി എന്താ നീയൊക്കെ? ചില ആൾക്കാരെ ചിലപ്പോൾ അവർക്ക് ഒരു ലൈഫിൽ നിന്നും ഈ ലൈഫ് വേണ്ട, ഇനി ഉള്ള കാലം ഒരു ആൺകുട്ടിയായിട്ട് തന്നെ നടന്നാൽ മതി എന്ന് വിചാരിക്കുന്ന കുറെ ആൾക്കാരും റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടൊക്കെ ഉണ്ട്. നാണമുണ്ടോ പോത്തെ? തനിക്ക് നാണമുണ്ടോ? അല്ല, പുരുഷന്മാരെ മൊത്തം അവമാനിക്കാണ്ട് തന്നെ പോലെ ഒറ്റ തൽക്കാലം ഇത്രയും മതി.